കാസർഗോഡ് മഞ്ചേശ്വരത്തേക്ക് പോകുമ്പോൾ അവിടെ വോട്ടർമാരെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യാനായി ബിജെപി ഫോം 7 ദുരുപയോഗം ചെയ്യുന്നതായുള്ള പരാതികൾ ഉയരുന്നു. പൗരത്വം പോലും ചോദ്യം ചെയ്താണ് ബിജെപി വ്യാജ പരാതി നൽകുന്നത് എന്നാണ് ആരോപണം. ഇതിന് ചില ഉദ്യോഗസ്ഥർ ബിജെപിയെ സഹായിക്കുന്നതായും ആരോപണമുണ്ട്. വ്യാജ പരാതി നൽകുന്നവർക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കണമെന്ന് എ.കെ.എം. അഷ്റഫ് എം.എൽ.എ. ആവശ്യപ്പെട്ടു. ഭയങ്കര വിഷമമുണ്ടാവല്ലോ. എല്ലാ രേഖകളും ഉണ്ടോ നിങ്ങൾക്ക്? ആധാർ കാർഡ്, എല്ലാ സപ്പോർട്ടും, എല്ലാ സ്കൂൾ സർട്ടിഫിക്കറ്റ് എല്ലാം ഉണ്ട്. എല്ലാ വർഷം എല്ലാ തവണ ചെയ്യുന്നു. മഞ്ചേശ്വരത്ത് ഞങ്ങൾക്ക് കാണുന്നത് വ്യാപകമായി ഹിഡൻ അജണ്ടയിലൂടെ വോട്ട് തള്ളാനുള്ള ബിജെപിയുടെയും ചില ഉദ്യോഗസ്ഥന്മാരുടെയും കൂട്ടുകെട്ടിന്റെ ഭാഗമായി ഒരു ശ്രമം നടക്കുന്നതിന്റെ ഏറ്റവും മികച്ചൊരു തെളിവാണ് ഇന്ന് 7 പേർക്ക് ഹിയറിംഗിന് നോട്ടീസ് കിട്ടിയ ഈ ഒരു സംഭവത്തോടു കൂടി വെളിപ്പെട്ടത്. ഷഫീഖ് നസറുള്ള വിവരങ്ങൾ നൽകും. ഷഫീഖ്, നേരത്തെയും സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഈ ഫോം 7 ദുരുപയോഗം ചെയ്യുന്നതായുള്ള പരാതികൾ ഉണ്ടായിരുന്നു. ഇവിടെ മഞ്ചേശ്വരത്ത് ഫോം 7 ഉപയോഗിച്ച് വ്യാജ പരാതി നൽകിയ വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള ശ്രമങ്ങൾ അത് ബിജെപി നടത്തുന്നു എന്ന് തന്നെയുള്ള പരാതികൾ വരുമ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കാസർഗോഡ് മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിലെ പൈവളിക ഗ്രാമപഞ്ചായത്തിലുള്ള 128 ബൂത്തിലെ 7 പേർക്കാണ് ഇങ്ങനെ ഹിയറിംഗിനായി നോട്ടീസ് ലഭിച്ചത്. ഈ 128 നമ്പർ ബൂത്തിലെ വോട്ടർ തന്നെയായ ബിജെപിയുടെ ജില്ലാ നേതാവാണ്. ഇവർ സ്ഥിരമായി ഇവിടെ നിന്ന് താമസം മാറിയവരാണ് എന്ന കാരണം പറഞ്ഞു. അതോടൊപ്പം തന്നെ മുഹമ്മദിനെ, അവിടെ ജനിച്ചു വളർന്ന് ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് രേഖപ്പെടുത്തിയ മുഹമ്മദിനെ ഇന്ത്യൻ പൗരനല്ല എന്ന കാരണം കാണിച്ചുമാണ് ഇവർക്ക് ഹിയറിംഗിന് നോട്ടീസ് ലഭിച്ചത്. ഇവരുടെ കൈകളിലൊക്കെ അതിൻ്റെ രേഖകൾ പൂർണ്ണമായുമുണ്ട്. ഇങ്ങനെ 70 വയസ്സുള്ള സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഈ മഞ്ചേശ്വരം താലൂക്ക് ഓഫീസ് എന്ന് പറയുന്നത് സ്വകാര്യ കെട്ടിടമാണ്, സ്വന്തം സർക്കാരിൻ്റെ കെട്ടിടമല്ല. അവിടെ 3ാമത്തെ നിലയിലാണ് ആ താലൂക്ക് ഓഫീസ് പ്രവർത്തിക്കുന്നത്. അതിന് മുകളിലേക്ക് 70 വയസ്സ് പ്രായമുള്ള ആളുകൾ കയറിപ്പോവാൻ പോലും കഴിയാതെ പ്രയാസപ്പെടുന്നവരെയാണ് ഇങ്ങനെ ഹിയറിംഗിന് വിളിക്കുന്നത്. ഇത് വലിയ രൂപത്തിൽ ഫോം 7 ദുരുപയോഗം ചെയ്യുകയാണ് എന്നൊരു ആരോപണവുമായി UDF രംഗത്ത് വന്നിട്ടുണ്ട്. ചെറിയ വോട്ടുകൾക്കാണ് BJP കഴിഞ്ഞ തവണകളിലൊക്കെയും പരാജയപ്പെട്ടിരുന്നത്. ഒരു തവണ 89 വോട്ടിന് മാത്രം കെ സുരേന്ദ്രൻ പരാജയപ്പെട്ട മണ്ഡലമാണ്. അവിടെ ഒരു വിഭാഗത്തിൻ്റെ മാത്രം വോട്ട് തള്ളിക്കുകയും അങ്ങനെ വിജയിക്കാനാവും എന്നൊരു ശ്രമം നടത്തുകയുമാണ് BJP ചെയ്യുന്നത് എന്നൊരു ആരോപണമാണ് ഇപ്പോൾ UDF ഉന്നയിക്കുന്നത്. മഞ്ചേശ്വരം അതിർത്തി മേഖലകളിലുള്ള പഞ്ചായത്തുകൾ ധാരാളമായുണ്ട്. അവിടെ കർണാടകയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വോട്ട് മാറ്റുന്നു എന്നൊരു ആരോപണം നേരത്തെ തന്നെ UDF നടത്തിയിരുന്നു. കർണാടകയിൽ താമസിക്കുന്നവരെ കേരള അതിർത്തിയിൽ വോട്ട് ചേർക്കുന്ന നടപടി BJPയുടെ ഭാഗത്തുനിന്നുണ്ട് എന്നൊരാരോപണം UDF നേരത്തെ ഉന്നയിച്ചിരുന്നു. അതിന് പുറമെയാണ് ഇപ്പോൾ ഒരു വിഭാഗത്തിൻ്റെ മാത്രം വോട്ട് ഇങ്ങനെ ഫോം 7 ഉപയോഗിച്ചുകൊണ്ട് അവർ സ്ഥിരമായി താമസം മാറിയവരാണ് എന്നും അതോടൊപ്പം തന്നെ മുഹമ്മദിൻ്റെ കേസിലാണെങ്കിൽ ഇന്ത്യൻ പൗരനല്ല എന്ന കാരണവും പറഞ്ഞ് ഈ ഫോം 7 നൽകുന്നത്, അവരുടെ വോട്ട് തള്ളാൻ വേണ്ടി അപേക്ഷിക്കുന്നത്. ആ രൂപത്തിൽ പൈവളിക പഞ്ചായത്തിലെ ഒരു ബൂത്തിലെ വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നത്. അത് മറ്റു പഞ്ചായത്തുകളിലും സമാനമായ സ്വഭാവത്തിൽ ആളുകൾക്ക് ഇങ്ങനെ നോട്ടീസ് ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഇന്നലെ UDF നേതാക്കൾ സൂചിപ്പിച്ചിരുന്നു. UDF നേതാക്കൾ അതുമായി ബന്ധപ്പെട്ട് പരാതികൾ നൽകാനുള്ള ഒരുക്കത്തിലാണ്. ഈ ഫോം 7 ദുരുപയോഗം ചെയ്യുന്ന ആളുകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണം എന്നതാണ് അവർ പ്രധാനമായും ആരോപിക്കുന്നത്. ഈ വിഷയത്തിൽ മഞ്ചേശ്വരത്തിൻ്റെ അതിർത്തി പഞ്ചായത്തുകളിലുള്ള ആളുകളെ അവിടെ താമസിക്കുന്നവർ, അവരെ സ്ഥിരമായി അവിടെ നിന്ന് മാറി താമസിക്കുന്നു, അവിടെ പെർമനൻ്റ്ലി ഷിഫ്റ്റഡ് എന്ന കാരണം പറഞ്ഞാണ് ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളുകളെ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടവരെ മാത്രം തെരഞ്ഞുപിടിച്ച് അവരെ വോട്ടർ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കാനുള്ള ഒരു നീക്കം BJP ജില്ലാ നേതാവിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നു. ഇത്തരത്തിൽ നീക്കം ചെയ്യണം എന്ന് കാണിച്ച് ഫോം 7 നൽകിയ ആളുകൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലടക്കം വോട്ട് രേഖപ്പെടുത്തിയവരാണ്, അവർ അവിടെ താമസിക്കുന്നവരാണ്. അങ്ങനെയുള്ള ആളുകളെ ഓരോ ബൂത്തിൽ നിന്നും 7 പേർ വീതം ഒഴിവാക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നു എന്നതാണ് പ്രധാനമായ കാര്യം. കഴിഞ്ഞ എ.കെ.എം. അഷ്റഫ് എം.എൽ.എ. സൂചിപ്പിക്കുന്നത് പൈവളിക പഞ്ചായത്തിൽ മാത്രമല്ല ആ ഭാഗത്തുള്ള മീഞ്ചെ, മഞ്ചേശ്വരം, ബോർക്കാടി പഞ്ചായത്തുകളിലും സമാനമായ സ്വഭാവത്തിൽ ഈ ഫോം 7 ദുരുപയോഗം ചെയ്യുന്നുണ്ട് എന്ന ആരോപണമുണ്ട്. ഈ വിഷയത്തിൽ ശക്തമായ ഒരു അന്വേഷണം നടക്കണം. ഫോം 7 ദുരുപയോഗം ചെയ്യുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ ഇലക്ട്രൺ സംവിധാനത്തിൽ തന്നെ വകുപ്പുണ്ട്, അത് ഉപയോഗപ്പെടുത്തണം എന്നാണ് UDFന്റെ നേതാക്കൾ ആവശ്യപ്പെടുന്നത്. ജിൽസ.